ഓർത്തിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഞാൻ ഒന്നും ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല. ഇതുപോലെ ഒരു ഗതിയോട് ഒരു പെണ്ണുങ്ങൾക്കും കൊടുക്കല്ലേ ദൈവമേ. അച്ഛൻ എയർ ഹോളിൽ കൂടെ വന്ന് നമ്മൾ കിടക്കുന്നതൊക്കെ നോക്കും. അതുപോലെ തന്നെ അച്ഛൻ പിടിക്കുന്നത് വേറൊരാൾ പിടിക്കുന്നത് അതുപോലെയല്ല, പക്ഷെ അച്ഛൻ പിടിക്കുന്നത് ഇങ്ങനെ കെട്ടിപ്പിടിക്കുകയും ആവശ്യമില്ലാത്ത ഭാഗത്തൊക്കെ ഇങ്ങനെ പിടിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് അച്ഛൻ്റെ അടുത്ത് പോയി ഒരു പേടിയാണ്. ആ പന്ന മോനെ എന്താ ചെയ്യേണ്ടത്? അവരെ ഇടിച്ച് ശരിക്കും നല്ല ഇടിച്ച് കൈകാര്യം ചെയ്തിട്ട് കൈയും കാലും ഇടിച്ചിട്ട് മൂലക്കിട സത്യത്തിൽ ചെയ്യേണ്ടത്. പന്ന മോൻ തന്റെ ഭാര്യയെയും മക്കളെയും ഇങ്ങനെ ഉപദ്രവിക്കുക, ആ ഒരു കുഞ്ഞുങ്ങളെ വേറൊരു രീതിയിലാണ് ട്രീറ്റ് ചെയ്യണത്. നാറി. എനിക്ക് ആ വീഡിയോ കണ്ടപ്പോൾ സത്യത്തിൽ ആകെ കയ്യിൽ നിന്ന് പോയിട്ട് ആകെ പൊട്ടി തെറിച്ചു പോയി നമ്മള്. ഈ സ്ത്രീ വളരെ കഷ്ടപ്പെട്ട് ജീവിക്കുന്നതാണ്, സാമ്പത്തികമായിട്ട് ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ ഒരു സമൂഹ വിവാഹത്തിൽ വെച്ചിട്ടാണ് ഇയാളെ കാണുന്നതും ആ ഒരു വിവാഹം ഉറപ്പിക്കുന്നതും അയാളുടെ കൂടെ പോവേണ്ട അവസ്ഥ വരുന്നതും. അയാളുടെ കൂടെ പോയതിനു ശേഷം ആ സ്ത്രീ ആകെ തകർന്നു എന്നുള്ളതാ. അയാൾ മൊബൈൽ ഫോണിൽ കാണുന്ന പലതരത്തിലുള്ള വീഡിയോസ് ഇല്ലേ, ഈ ഫോൺ വീഡിയോസ്, അതേ രീതിയിൽ ഈ സ്ത്രീയോട് വരാൻ പറയുക, അത് ടി വിയിൽ കണക്ട് ചെയ്തിട്ട് ആ രീതിയിൽ വസ്ത്രം ധരിച്ച് വരാൻ പറയുക. അങ്ങനെ തുടക്കം മുതൽ തന്നെ സെക്ഷൽ ആയിട്ട് അബ്യൂസ് ചെയ്യുകയും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇവർക്കുണ്ടായ കുഞ്ഞുങ്ങൾ കിടന്നുറങ്ങുമ്പോൾ അവരുടെ റൂമിൽ ഒളിഞ്ഞു നോക്കുക, അവരുടെ ശരീരത്തിൽ പല ഭാഗങ്ങൾ തൊടുക. 10ാം ക്ലാസ് പഠിക്കുന്ന കുട്ടികൾ പരീക്ഷ പോലും എഴുതാൻ ഈ മോനെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല എന്നുള്ള. സോറിട്ടാ, ഇത് ഭയങ്കര ഇമോഷണൽ ആയി പോയിട്ട് പറയണം, അറിയാണ്ട് വായന്ന് വന്നു പോണ വാക്കുകളാണ്. ഇത് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങനെയൊക്കെ തന്നെ തോന്നുക. ആ അമ്മയുടെ സങ്കടം, ആ പെൺകുട്ടികളുടെ സങ്കടം, അതൊന്ന് കേട്ട് നിങ്ങൾ മനസ്സിലാക്കണം. അവർ സാമ്പത്തികമായിട്ട് ഒന്നുമില്ലാത്ത ആളുകളാണ്. ഇങ്ങനെയുള്ള ആളുകൾക്കാണ് ഇത്തരം ദുരനുഭവങ്ങൾ സ്വാഭാവികമായിട്ട് സംഭവിക്കാറുള്ളത്. കേസ് കൊടുത്തിട്ട് പോലും ഒരു തരത്തിലുള്ള നീക്കുപോക്കും പോലീസ് സ്റ്റേഷനിൽ ഉണ്ടായിട്ടില്ല എന്നാണ് അമ്മച്ചി പറയുന്നത്. ഒന്ന് കേട്ടു നോക്കാം. എന്തായാലും ഇളയ മോളെ വായിക്കാത്തുകൊണ്ടൊന്ന് മദ്യം ഒഴിച്ചു കൊടുത്ത് ശരീരം നന്നാവുന്ന മരുന്നാണ് മോളെ എന്നും പറഞ്ഞു. വാഴിക്കൊണ്ടൊന്ന് ഒഴിച്ച് തന്നായിരുന്നു അച്ഛൻ. ഇത് മരുന്ന് എന്താണെന്ന് വെച്ചാൽ എനിക്ക് അറിയത്തില്ല. ചെറിയൊരു മധുരമൊക്കെ ഉണ്ടായിരുന്നു, ചെറിയൊരു സ്മെല്ലും ഉണ്ടായിരുന്നു. പറഞ്ഞത് കഷായാണ് മോളെ, അതിലും ഇങ്ങനെ മധുരവും സ്മെല്ലൊക്കെ കാണും. ശരീരം കുടിക്കാൻ നിർബന്ധിച്ചോ? ശരീരം നന്നാവുള്ള മരുന്നാണെന്നും പറഞ്ഞാണ് എനിക്ക് കൊണ്ടുവന്ന് തന്നു. ആ നാറിനൊക്കെ കൈയും കാലം അടിച്ചു മുറിക്കാൻ നാട്ടില് ചുണക്കുട്ടന്മാരെ ആരുമില്ല എന്ന് ചോദിക്കുന്നത്. കുറെ ആളുകളുണ്ടല്ലോ പല കൊടിയും പിടിച്ചിട്ട് ഇങ്ങനെ അതും പറഞ്ഞ് നടക്കുന്നത്. അവർക്കൊന്നും സംസാരിക്കാനില്ല ഈ വിഷയത്തില്. കേറി അങ്ങ് മേയണ മോനെ. എന്താണ് പോലീസുകാരുടെ അടുത്ത് ഒരു കേസ് കൊടുത്തിട്ട് പോലും ഇങ്ങനെയുള്ള ആളുകൾക്കെതിരെ ഒരു നിയമ നടപടിയും ഇല്ലാത്തത്? ഇത് ബാലാവകാശ കമ്മീഷൻ, വനിതാ കമ്മീഷൻ, മനുഷ്യാവകാശ കമ്മീഷൻ, ഇവരൊക്കെ കേസ് കൊടുക്കണം. ആ മോനെ അങ്ങനെ പുറലോകം കാണരുത്. ഇവര് എത്ര വാടക വീട് മാറി മാറി താമസിച്ചെന്നറിയോ? ഈ നാറിയുടെ ഈ ഒരു ബുദ്ധിമുട്ട് കാരണം ഇവർ ശല്യം ചെയ്യുന്നത് കൊണ്ട്, ശല്യം എന്ന് പറയുന്നുണ്ടെങ്കിൽ സ്വന്തം ഭാര്യയെ സ്വന്തം മക്കളെയും ഈ ഒരു രീതിയിൽ ഒരു സെക്സ് ടോയ് ഒക്കെ ആയിട്ട് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ മനോഭാവം എന്ന് ആലോചിച്ചൊക്കെ. അവനത് പിടിച്ച് 2 കല്ലിന്റെ ഇടയിലിട്ട് ഒട്ടച്ചു വിടണം. മോന്റെ മദ്യം കുട്ടിയോട് കഷായമാണെന്ന് പറഞ്ഞിട്ട് നിർബന്ധിപ്പിച്ച് കുടിപ്പിച്ചു എന്ന് പറയണത്. ഇതൊക്കെ ഒന്ന് കൈ നിൽക്കാത്ത കേസാണ്. ഇതൊക്കെ വലിയ കേസ് തന്നെയാണ്. ഒരു കാരണവശാൽ ഈ മോൻ പുറത്തു വരരുത്. ഇടിച്ച് പിഴിയണം മോനെ. പുറത്തോട്ട് ഇറങ്ങാൻ ഇവർക്ക് പേടിയാ. ആരടുത്തെങ്കിലും മിണ്ടാൻ തന്നെ പേടിയാ. കുട്ടികൾ 10ാം ക്ലാസ്സിലാണോ പഠിച്ചത്? ഇപ്പൊ 10ൽ SLC പരീക്ഷ എഴുതിയിട്ട് ഞാൻ അടുത്ത വർഷം സ്കൂളിൽ നിന്ന് SLC പരീക്ഷ എഴുതാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ എന്റെ അടുത്ത് വിളിച്ചു. ഈ പെൺകുട്ടികളെ അത്രയ്ക്ക് ചേച്ചി ഈ വീടിനകത്ത് അടച്ചിട്ടേക്കോണി? അടച്ചിട്ട് ഞാൻ പോണടുത്ത് മൊത്തവും ഞാൻ പൊതുക്കി വെച്ച് ഞാൻ എന്റെ പെൺമക്കളെയും കൊണ്ട് നടക്കിയിട്ട്. ഇത് സാമൂഹ്യ വിരുദ്ധരായിട്ടുള്ള മറ്റുള്ള ആളുകൾ, അടുത്തുള്ള വീട്ടിലത്തെ ആളുകളോ അല്ലെങ്കിൽ റോട്ടിൽ വെച്ച് സംഭവിക്കുന്ന കാര്യങ്ങളോ ആണെങ്കിൽ നമുക്ക് അതിശയിക്കാനൊന്നുമില്ല. പക്ഷെ ഇത് അതിശയിക്കേണ്ടിയിരിക്കുന്നു. സ്വന്തം പിതാവാണ് സ്വന്തം മക്കളെ സെക്ഷലായിട്ട് അബ്യൂസ് ചെയ്യുന്നത്, സ്വന്തം ഭാര്യയെ ആ രീതിയിൽ ഉപദ്രവിക്കുന്നത് എന്നുള്ളതാണ്. അല്ലെ? നമ്മളിപ്പോ സ്വാഭാവികമായിട്ടൊരു വാർത്ത കേൾക്കുമ്പോൾ, ഇപ്പൊ കഴിഞ്ഞ ദിവസമാണ് മഞ്ചേരിയിലുള്ള ഒരു അച്ഛൻ മരിച്ചത് നിങ്ങൾ കേട്ടോ? വലിയ രീതിയിൽ ചർച്ചയായതാണ്. സ്വന്തം മകളെ പീഡിപ്പിച്ച ആളെ അങ്ങ് വെടിവെച്ച് കൊന്നിട്ട് ആളെ കോടതി വെറുതെ വിടുകയാണ്, തെളിവില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അതൊക്കെ നമ്മൾ ചർച്ച ചെയ്യണം. അതൊക്കെ തൊട്ടപ്പുറത്തെ വീട്ടിലെ ഒരാളാണ്. അവിടെ ഒരു അച്ഛൻ ആ ഒരു കുഞ്ഞിനെ കൊന്നവനെ പകരം വീട്ടാനായിട്ട് രംഗത്തിറങ്ങി. അതൊരു വലിയ രോമാഞ്ചം ഉള്ള ഒരു കാര്യം തന്നെയാണ്. ഒരിക്കലും നിയമം കയ്യിലെടുക്കാൻ പാടില്ല, വേറെ കാര്യം. എന്നിരുന്നാൽ പോലും നമ്മൾ അവിടെ അദ്ദേഹം ഹീറോയെ കാണുകയാണ് അല്ലെ? ഇവിടെ സ്വന്തം വീട്ടിനകത്തുള്ള ഒരു രക്ഷിതാവായി നിൽക്കേണ്ട സ്വന്തം പിതാവാണ് സ്വന്തം ചോരയിലുള്ള പെൺകുട്ടികളെ ഈ രീതിയിൽ ട്രീറ്റ് ചെയ്യുന്നത്. അവനൊക്കെ എന്ത് പറയാനാ? ഈ കുട്ടികൾ എന്തുകൊണ്ട് പരീക്ഷ എഴുതാതിരുന്നു ഞങ്ങൾ വിചാരം? ഈ പെൺകുട്ടികളെ ഇവരെ ചേർത്ത് പിടിക്കുക, വീട്ടിന്റെ ഉള്ളിൽ നിന്ന് പുറത്തു വിടാൻ വലിയ പേടിയാണ്. ഇയാള് വഴിയിൽ വെച്ച് കുട്ടിയെ ഉപദ്രവിക്കുന്നുണ്ടെന്നാ പറയുന്നത്. വീടിനകത്ത് ഒളിഞ്ഞു നോക്കുന്നതും വീട്ടിനകത്ത് വരുന്നതും അവസാനിപ്പിച്ചപ്പോ നേരെ റോഡുകളിൽ നിന്ന് സ്വന്തം മക്കളെ കയറി പിടിക്കുക. മോൻ തന്നെ. ടെറസ് വീടാണ് മോളെ. അതിന്റെ വെന്റിലേറ്റർ വഴി അനവധി ദിവസങ്ങളിൽ വന്ന് കുഞ്ഞുങ്ങൾ കിടക്കുന്ന മുറിയിൽ വന്ന് എത്തി നോക്കും. പേടിച്ചവർ കിടന്ന് വിളിച്ച് എൻ്റെ അടുത്തെന്ന് പറഞ്ഞു, അമ്മ ആരാ വന്ന് ഇവിടെ വന്ന് നിൽക്കുന്നു, പൂച്ചയാണോ എന്തോന്ന് പറഞ്ഞാൽ നോക്കിയപ്പോഴത്തേനും ശരീരം പകുതി ആ വെന്റിലേറ്ററിന്റെ കീത്തൂടെ മുറിക്കകത്തോട്ട്. ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്താ ഭാവി ചെയ്ത് തുടങ്ങുന്നത്?
ഇയാളുടെ സ്വന്തം മക്കള് തന്നെയല്ലേ ചേച്ചി? എനിക്ക് എന്നെ കേട്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല. സ്വന്തം അച്ഛൻ ഒരു കുഞ്ഞുങ്ങളോട് ഇങ്ങനൊക്കെ ചെയ്യൂ? എന്റെ മോളെ ഇങ്ങനെ മുട്ടി ഒരുമിക്കൊണ്ട് പോയ എന്റെ മക്കളെ കണ്ടാ മിണ്ടൂല. നീ എന്റെ അടുത്ത് നീ മിണ്ടണ്ട, എനിക്ക് നീ 10 പൈസ നീ തരണ്ട. ചെകുത്താന്മാർ വാഴുന്ന നാടാണ്. ചെകുത്താന്മാർ ഇങ്ങനെയൊക്കെ തന്നെയാണ് നമ്മുടെ ഇടകളിലൂടെ പ്രത്യക്ഷപ്പെടുക. സ്വന്തം മക്കളെ പോലും ഉറങ്ങാൻ സമ്മതിക്കാതെ, കുളിക്കാൻ സമ്മതിക്കാതെ, പഠിക്കാൻ സമ്മതിക്കാതെ, അനാവശ്യമായിട്ട് ശരീരഭാഗങ്ങൾ സ്പർശിക്കുക, മദ്യം കൊടുത്ത് പീഡിപ്പിക്കാൻ ശ്രമിക്കുക, റോട്ടിൽ ഇറങ്ങി നടക്കാൻ പോകാനും കഴിയാത്ത രീതിയിൽ സ്വന്തം വീട്ടിലത്തെ ആളുകൾ തന്നെ അതിന് മുതിരുകയാണ്. ഇവനൊക്കെ ശരിക്കും നിയമത്തിന്റെ മുന്നിൽ ഇട്ടിട്ട് കൊടുത്തെന്തെങ്കിലും കാര്യം ഉണ്ടാവുമോ? അവനെ ജാമ്യത്തിൽ ഇറങ്ങി വീണ്ടും വിടില്ലേ? ഈ അമ്മ കുറെ കേസ് കൊടുത്തിട്ടും ഒരു കാര്യം ഉണ്ടായില്ല എന്നാ പറയുന്നത്. ഈ വീഡിയോ കാണുന്ന ആളുകളെങ്കിലും പരമാവധി ഷെയർ ചെയ്തത് ഗവൺമെന്റിന് മുന്നിലേക്ക് എത്തിക്കാനുള്ള ഒരു സംവിധാനം ഒരുക്കുക. അതേ നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയുള്ളൂ. പരമാവധി ജനങ്ങളിലേക്ക് എത്തിക്കുക. ആ നാറിയുടെ ഫോട്ടോ കിട്ടിയിട്ടില്ല. ഫോട്ടോ കിട്ടിയ ഞാൻ എന്തായാലും വീഡിയോന്റെ കൂടെ എന്തായാലും ഉപയോഗിക്കുമായിരുന്നു. ആ ഫോട്ടോയും കൂടി ഇവർ വിടേണ്ടതായിരുന്നു. ആ നാറിയെ 4 ആള് കൈകാര്യം ചെയ്യണം. അവന്റെ കൈയും കാര്യം അടിച്ച് മുറിച്ച് എവിടെയെങ്കിലും കൊണ്ട് ഇടുകയാണ് ഏറ്റവും നല്ലത്. നരകിച്ച് പുഴുത്ത് മാറണം പൂ മോനൊക്കെ. 10 പൈസ എനിക്ക് തരണ്ട മക്കളെ. അയാള് ജനിപ്പിച്ച കൊച്ചുങ്ങളല്ലേ, 1 രൂപ പോലും എന്റെ കൊച്ചുങ്ങൾക്ക് കൊടുക്കുക. അവിടെ ഒരു ഓണായ നിനക്കറിയാമോ, തിരുവോണത്തിന് എൻ്റെ അമ്മയും സഹോദരങ്ങളും സന്തോഷമായിട്ട് അവർ ആഹാരം കഴിച്ചപ്പോൾ ഞാനും എൻ്റെ കൊച്ചുങ്ങളും പട്ടിണി. 1 മാസം ആ വീട്ടിൽ പട്ടിണി. ഏത് നിമിഷം എൻ്റെ കൊച്ചുങ്ങൾ അയാളെ വലയിലാവും. അതിനുള്ള നീക്കങ്ങൾ എല്ലാവരും ചെയ്യുന്നുണ്ട്. എന്റെ പൊന്നമ്മച്ചി, അയാൾ ഈ മക്കളെ ഒന്നും അയാളുടെ മക്കളായിട്ടൊന്നല്ല കാണുന്നത്. അയാളൊരു സെക്സ് ടോയ് ആയിട്ട് കാണുന്നത്. അതുകൊണ്ടാണല്ലോ അയാൾ ഒളിഞ്ഞു പാത്തി നോക്കുന്നതും ഈ കുട്ടികളെ എങ്ങനെ കയറി പിടിക്കാനൊക്കെ ശ്രമിക്കുന്നത്. റോഡുകളിലൂടെ സഞ്ചരിക്കാൻ പോലും സമ്മതിക്കാതെ, സ്കൂളിൽ പോകാൻ സമ്മതിക്കാതെ, പരീക്ഷ എത്താൻ സമ്മതിക്കാതെ വീടിനകത്ത് തന്നെ പൂട്ടിയിടേണ്ട അവസ്ഥ വരുന്നത് ആ പൂ മോനെ കൊണ്ടല്ലേ. അപ്പൊ അയാളുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കിട്ടുമെന്ന് ധരിച്ചുകൊണ്ട് നിങ്ങൾ കൂടെ കൂടരുത്. അത് വലിയ തെറ്റാണ്, അത് വലിയ മണ്ടത്തരമാണ് എന്നുള്ളതാ. ആരോഗ്യമുള്ള കാലത്തോളം നമ്മൾ നമ്മളെ മക്കളെ നോക്കുക. ഈ നിയമ സംവിധാനങ്ങൾ നിങ്ങളെ സഹായിച്ചിട്ടില്ല എങ്കിൽ നിങ്ങൾ ചുറ്റുവട്ടത്തുള്ള രാഷ്ട്രീയ നേതാക്കന്മാരോടൊക്കെ കാര്യം പറയുക. ഇവരൊക്കെ പിന്നെ എന്തുണ്ടാക്കിയാണ് നമ്മുടെ നാട്ടിലുള്ളത്? ജനങ്ങളെ സഹായിക്കാനുള്ളത്. ഇതെന്താ പറയാ, നമ്മൾ സോഷ്യൽ വർക്കറാന്നല്ലേ പറയുന്നത്, സാമൂഹിക പ്രവർത്തകരല്ലേ. എന്തെങ്കിലുമൊക്കെ സാമൂഹിക പ്രതിബദ്ധതയുള്ള കാര്യങ്ങൾ കൂടി ചെയ്യണം. ഇവരുടെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് നിങ്ങൾ സഹായിക്കാതിരുന്നതാണ് എങ്കിൽ അതൊരു വലിയ ഊളത്തരമാണ്. ഇവരെ സഹായിക്കുക തന്നെ വേണം. നിയമത്തിന്റെ മുന്നിൽ ആ മോനെ കൊണ്ടുവരിക തന്നെ വേണം. സോറി, മൊബൈലിൽ കാണുന്ന അതേ രീതിയിൽ ഞാൻ നിൽക്കാത്തതിൻ്റെ പേരിൽ ഒരുപാട് എന്നെ ഉപദ്രവിച്ച് അതേ രീതിയിൽ ഞാൻ നിൽക്കാത്തതിന് ഞാൻ കരഞ്ഞിട്ടുണ്ട്. അയാളെ മുമ്പിൽ ഞാൻ TV-യിൽ അതെന്നെ കാണിച്ച് ഞാൻ പറഞ്ഞു, എനിക്ക് കാണണ്ട, ഇതുപോലെ നിങ്ങളടുത്ത് കഴിയാൻ എനിക്ക് ഒക്കില്ല. അന്ന് എന്നെ അടിച്ച് എൻ്റെ തല അടിച്ച് പൊട്ടിച്ച് പാരിപ്പള്ളി ആശുപത്രി കൊണ്ടുപോയി തയ്യലിടാൻ പോയപ്പോഴത്തേന് എൻ്റെ അമ്മാവി എൻ്റെ അടുത്ത് പറഞ്ഞു, മക്കളെ നീ ആശുപത്രിയിൽ ചെന്നാൽ ഇവ ഉപദ്രവിച്ചെന്ന് പറയരുത്, അത് കേസിൻ്റെ വഴിക്ക് പോവും. അപ്പോഴെൻ്റെ ഭർത്താവ് പറഞ്ഞതാ, നീ കേസ് കൊടുത്താൽ നിന്നെ തൂക്കാനുള്ള വഴി എനിക്കറിയാം. എന്താണത്? അപ്പൊ വലിയ വൈകൃതമാണ്. മൊബൈൽ ഫോണിൽ ഫോൺ വീഡിയോ കാണിക്കുന്നു, അവരോട് അതേപോലെ പെരുമാറാൻ പറയുന്നു, പൂർണ്ണ നഗ്നയായി നിൽക്കാൻ പറയുന്നു, അത് TV-യിലൂടെ കാണിക്കുന്നു. അയാൾ ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ല ട്രീറ്റ്മെന്റ് കിട്ടേണ്ട ഒരു വ്യക്തി തന്നെയാണെന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട. സെക്ഷലായിട്ട് എന്തോ പ്രോബ്ലം ആൾക്കുണ്ട്. സ്വന്തം രക്തത്തിൽ പറഞ്ഞ കുഞ്ഞുങ്ങളോട് പോലും ആ രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവനെ ചുമ്മാ വിടാൻ പാടില്ല. അവരെ ചുമ്മാ വിടരുത്. എന്റെ പൊന്നു നിയമപാലകരെ, ഇവനൊക്കെ പിടിച്ച് അകത്തിടാൻ എന്തെങ്കിലും ഒരു വഴി ഉണ്ടാവോ? ഇവരൊക്കെ ഇത്രയും ശക്തമായിട്ട് കാര്യങ്ങൾ പറയുന്നു. ആ കുട്ടികളുടെ പഠിത്തം നിഷേധിക്കുന്നു, ആ കുട്ടികളെ ശാരീരികവും മാനസികമായിട്ട് ഉപദ്രവിക്കുന്നു. പോക്സോ കേസ് എടുക്കേണ്ട കേസല്ലേ സാർമാരെ? കേസ് കൊടുത്തിട്ട് പോലും നിങ്ങൾ എന്തുകൊണ്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഇവൻ മദ്യത്തിനും മറ്റുള്ള കാര്യങ്ങൾക്കും ലഹരിക്കൊക്കെ അഡിക്ഷനാണ്. അതേപോലെ തന്നെ ഈ ഒരു ലൈംഗികപരമായിട്ടുള്ള ഒരു വൈകൃതമുള്ള ഒരു നാറിയും കൂടിയാണ്. സ്വന്തം മക്കളാണെന്ന് പോലും ആ പൂമോൻ നോക്കുന്നില്ല. നിവർത്തിയായിട്ട് ഞാൻ ഈ മീഡിയക്കാരെ മുമ്പിൽ ഞാൻ ഇത് അവതരിപ്പിക്കുന്ന കാരണം എന്ന് പറഞ്ഞാൽ, ഒരു മദ്യപാനി, സംശയരോഗി, അയാൾ ആ മനസ്സിലുള്ള ഉദ്ദേശം വെച്ചുകൊണ്ട് എന്റെ കുഞ്ഞുങ്ങളടുത്ത് പെരുമാറുമെന്ന് എനിക്ക് പെൺകുട്ടികളല്ലേ? ഉദ്ദേശമുണ്ട്. 2 പെൺകുട്ടികൾ. എത്ര വയസ്സായി ചേച്ചി മക്കൾക്ക്? 16ഉം 15. ഇത് വാടക വീടാണ്. ഇത് വാടക വീട്. പുറത്തോട്ട് ഇറങ്ങി പോവാൻ എനിക്ക് ഇത്രയും കാട്ടിനിടയ്ക്ക് ഒരു വാടക വീട് എടുക്കാൻ കാരണം പേടിച്ചാണ് ഞാൻ ഇവിടെ വന്ന് ജീവിക്കുന്നത്. എന്നിട്ട് ഇതാ ഇവിടെയും വന്ന് ഈ കാട്ടിനിടയ്ക്ക്. ഇതിനു മുമ്പ് നിങ്ങൾ വാടക വീട്ടിലായിരുന്നോ? ഒരുപാട് വീട് ഞാൻ മാറി. ഇയാളെ പേടിച്ച് മാറി. എന്താടോ ഇവരിന്നെ വീട് മാറി 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 അവസാനം ഒരു കാട്ടിന്റെ ഉള്ളിൽ പോലും താമസിക്കാൻ തുടങ്ങി. ജീവിക്കാൻ സമ്മതിക്കുന്നില്ല. എന്നിട്ട് പോലും അവിടെ പോലും വന്നിട്ട് ആ കുട്ടികളെ ഉപദ്രവിക്കുക. ആ നാട്ടിൽ ആണുങ്ങളില്ലേ ചോദിക്കുകയാണ്. ഈ അമ്മച്ചി ഇത്രയും നാൾ ഇത്രയും കഷ്ടപ്പെട്ടു എന്ന കാര്യങ്ങളൊക്കെ കേട്ട് മനസ്സിലാക്കിക്കൊണ്ട് അതിനൊരു സഹായിക്കുക എന്നുള്ള ഒരു ബോധം ഇവിടെ ആർക്കും ഉണ്ടായില്ലേ എന്നുള്ളതാണ്. ഇപ്പൊ നമ്മുടെ ചുറ്റിലൊക്കെ നടക്കുന്ന കാര്യമാണെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ഞങ്ങൾ അവിടെ ചെന്ന് അവനൊരു പരിഹാരം കാണും. അവനെ നിങ്ങൾ അടിച്ചു കൊല്ലാനൊന്നും പറയുന്നൊന്നുമില്ല. അവനെ പിടിച്ച് പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കുക, അവൻ ചെയ്യുന്ന കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയിട്ട് അവനെ പുറം ലോകത്ത് കാണാത്ത രീതിയിൽ എത്തിക്കുക. ഈ അമ്മയ്ക്കും ഈ ഒരു കുഞ്ഞുങ്ങൾക്കും സഹായമായിട്ട് എന്തെങ്കിലും കൊടുക്കുക.
ഇതൊക്കെ നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ചെയ്യണ്ടേ? ആ വീടിന്റെ അവസ്ഥ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. ആ വീടൊക്കെ ഇടിഞ്ഞ് തകർന്ന് വീഴാറായിരിക്കുന്നു. അതിന്റെ ഉള്ളിൽ ഒരു അടച്ചുറപ്പില്ലാത്ത വീട്ടിന്റെ ഉള്ളില. എന്നിട്ട് പോലും വെന്റിലേറ്ററിന്റെ ഉള്ളിലൂടെ ഒക്കെ തലയൊക്കെ അതിന്റെ ഉള്ളിലേക്ക് ഈ പെൺകുട്ടികൾ കിടന്നുറങ്ങുന്നിടത്തേക്കാണ് ഈ വരാൻ നോക്കുന്നത്. എല്ലാത്തൊരു ലോകം തന്നെ കേട്ടോ. സ്വന്തം പിതാവ് പോലും ഈ രീതിയിലൊക്കെ ആവുന്നു എന്നുള്ളതാ. എത്രയിലാ പഠിക്കുന്ന മോള്? 10ലാ പഠിക്കുന്നത്. രണ്ടുപേരും 10ലാണോ പഠിക്കുന്നേ? 10ലാണ് പഠിക്കുന്നത്. അപ്പൊ അമ്മ പറഞ്ഞു രണ്ടുപേരും SSLC പരീക്ഷ എഴുതിയിട്ടില്ലെന്ന്. എന്താ കാര്യം? അത് അച്ഛൻ വഴിക്കൊക്കെ വെച്ച് അടിക്കാനൊക്കെ വരും. അങ്ങനെ പേടിച്ചാണ് ക്ലാസ്സിൽ പോലും പോകാൻ പറ്റാതെ ഹാജരൊക്കെ കുറഞ്ഞത്. അങ്ങനെ അച്ഛനെ പേടിച്ചായിരുന്നു വീട്ടിൽ നിന്നത്. അച്ഛനെ പേടിച്ച് പരീക്ഷ എഴുതിയില്ലേ? ഇല്ല. അച്ഛനെ പേടിക്കാൻ എന്താ കാരണം? അച്ഛൻ ഉപദ്രവിക്കുമല്ലോ ചെയ്യും. അച്ഛൻ ഒരുപാട് അടിക്കും. അച്ഛ അടിക്കും, ശാരീരികമായിട്ട് ഉപദ്രവിക്കും, പിന്നെ മാനസികമായിട്ട് തകർത്തിട്ടുണ്ട്. 15-16 വയസ്സുള്ള പെൺകുട്ടികളുടെ പഠിത്തം പോലും നിഷേധിക്കുന്ന ഒരവസ്ഥ വന്നിട്ടുണ്ട്. ഇതൊക്കെ വലിയ ഗുരുതരമായിട്ടുള്ള തെറ്റുകൾ തന്നെയാണ്. ഈ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചിട്ടെങ്കിൽ പോലും ഇവിടെയുള്ള ആളുകൾ കണ്ണു തുറന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നിയമത്തിനോടൊന്നും നമുക്ക് യാതൊരു തരത്തിലും ഒരു താല്പര്യം ഇല്ലാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ തെറ്റ് ചെയ്തവന് കുറച്ച് പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ അവന് വലിയ വക്കീലിനും വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് നമ്മളെ മുന്നിലൂടെ കൂങ്ങനെ കാർക്കിച്ച് തുപ്പിട്ട് നടന്നു പോകുന്നതൊക്കെ നമ്മൾ നിരന്തരം കാണുന്നതാണ്. നമ്മുടെ നാട്ടിലൊക്കെ നിരന്തരം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. പൈസ ഉള്ളവൻ എന്തും ചെയ്യാന്നുള്ളത്. ഇവിടെ ഇപ്പൊ ഈ നാറിയുടെ കയ്യിൽ വലിയ സാമ്പത്തികമൊന്നും ഉണ്ടാവില്ല. ഇവനെ പിടിച്ച് 4 കൊതറിയിട്ട് അവനെ ജയിലിന്റെ ഉള്ളിൽ നിന്ന് പുറത്തു വിടാത്ത രീതിയിലേക്ക് ആക്കുക. അങ്ങനെയെങ്കിൽ ആ കുട്ടികളൊന്ന് പരീക്ഷ എഴുതിക്കോട്ടെ, ആ കുട്ടികളൊന്ന് ജീവിച്ചു പോയിക്കോട്ടെ, ആ അമ്മയൊന്ന് ശ്വാസം വിട്ടോട്ടെ. അതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയില്ലെങ്കിൽ ഈ നിയമങ്ങളൊക്കെ വെറുതെയാണ്. ഒരു ദിവസം വീട്ടിലിങ്ങനെ അച്ഛനും അമ്മയും കൂടെ വഴക്കൂടിയുമ്പോൾ അമ്മനെ ഒരുപാട് അടിച്ച് കൊല്ലുമെന്ന് വിചാരിച്ച് ഞാൻ അവരെ ഇടയ്ക്ക് നിന്ന് കയറിയപ്പോഴാണ് അച്ഛൻ മാറി നിൽക്കാന്ന് പറഞ്ഞ് എന്നെ പട്ടിയലിനെ അടിച്ചത്. പട്ടിയെല്ലാം അടിച്ചോ? എവിടെ മോളെ? അത് കാലിലാണ് അടിച്ചത്. കാലിന്റെ തൊട ഭാഗത്ത്. മുറിവായോ? അത് അവിടെ പൊട്ടി പഴുപ്പും വെള്ളമായിട്ട് കുറെ ദിവസം അങ്ങനെ പോയി. അങ്ങനെ പിന്നെ മരുന്നൊക്കെ വെച്ചാണ് അത് പുറത്തത്. മനുഷ്യാവകാശ കമ്മീഷൻ എവിടെ? വനിതാ കമ്മീഷൻ എവിടെ? ബാലാവകാശ കമ്മീഷൻ എവിടെ? പോലീസുകാരെവിടെ? ഇവിടുത്തെ നിയമപാലകരെവിടെ? ഇവിടെ നിയമം എവിടെ? സഹായിക്കും എന്ന് പറയുന്ന സാമൂഹിക പ്രവർത്തകരെവിടെ? നിങ്ങളൊക്കെ നോക്കുകുത്തികളാണ്. കാരണം നിസ്സഹായകരായിട്ടുള്ള ആ ഒരു ഫാമിലി, ആ ഒരു നാറി, ആ മോൻ ഇത്രയും നാൾ ഉപദ്രവിച്ചത് നിങ്ങൾ ആരും കണ്ടില്ല, നിങ്ങൾ ആരും കേട്ടില്ല. ഇനിയെങ്കിലും ഈ വീഡിയോ എങ്കിലും കണ്ടിട്ട് നിങ്ങൾക്ക് കണ്ണ് തുറക്കാൻ കഴിയുമെങ്കിൽ ദയവായിട്ടൊന്ന് കണ്ണു തുറക്ക്. ഇരുട്ടായിട്ടിരിക്കല്ലേ. എന്താ മക്കളോട് അച്ഛൻ ഇങ്ങനെ ദേഷ്യം തോന്നാൻ കാരണം? ആ അച്ഛൻ വിളിക്കുന്നിടത്തൊന്നും പോവത്തില്ല. പിന്നെ അച്ഛൻ്റെ അടുത്ത് നിൽക്കത്തില്ല. അച്ഛൻ പോരെ ഇരിക്കുകയാണെങ്കിൽ അടുത്ത് പിടിച്ചിരുത്തി നമ്മൾ നിൽക്കത്തില്ല. കൈയൊക്കെ തട്ടിക്കളഞ്ഞിട്ട് പോകുമ്പോഴേ അച്ഛൻ അങ്ങനെ പിടിച്ചു നിർത്തും. ആ ഒരു ഇതിലാണ് അച്ഛൻ വഴക്കുണ്ടാക്കുന്നത്. നമ്മൾ അച്ഛൻ്റെ അടുത്ത് ചെല്ലാത്തതുകൊണ്ട്. അച്ഛൻ വിളിക്കുമ്പോഴൊക്കെ അച്ഛൻ്റെ കൂടെ ചെല്ലാത്തതുകൊണ്ടാണ് നിങ്ങളുടെ രണ്ടുപേർത്തും അച്ഛൻ ഇത്ര ദേഷ്യം. കുട്ടികൾ അച്ഛനായിട്ട് തോന്നാത്തതിന്റെ കാരണം എന്താ? കുട്ടികളുടെ തൊടാൻ പാടില്ലാത്ത ഭാഗങ്ങളിൽ കയറി തൊടുക, കുട്ടികളെ ഉപദ്രവിക്കുക, വഴക്ക് പറയുക, ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരാൾ. അതുകൂടാതെ സ്വന്തം മാതാവിനെ വീട്ടിൽ വരെ മുന്നിലിട്ടിട്ടാണ് ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ കണ്ടും കേട്ടും അനുഭവിച്ചും വളരുന്ന കുട്ടികൾ അയാളുടെ അടുത്ത് പിന്നെ പോവോ? അയാളുടെ അടുത്ത് പോവാത്തതിന്റെ ഭാഗമായിട്ട് അയാൾക്ക് എന്താ, അയാളുടെ ആ ഒരു കാമം അവിടെ എങ്ങനെയെങ്കിലും ചെയ്തു തീർക്കണം. അതിനു വേണ്ടി ഒളിഞ്ഞു നോക്കുകയും റോഡിലൂടെ നടന്നു പോകുമ്പോൾ കയറി പിടിക്കുകയും ചെയ്യുന്നു. അത് തന്നെയല്ലേ ചെയ്യുന്നത്. പിന്നെ അവർക്ക് ആ ചങ്ങാതിയല്ല, ആ പൂമോന്റെ അടുത്ത് പോകാൻ പറ്റുമോ? പറ്റൂല. ആ നായയൊക്കെ വല്ല ഇടിമിന്നലേറി ചാവും, അല്ലെങ്കിൽ ലോറി തട്ടി ചാവണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പിതാവിനെ പേടിച്ച് എത്ര വർഷം, 16-18 വർഷമായി ഈ മക്കളെയും കൊണ്ട് ഞാൻ ഇങ്ങനെ ഓടുന്നു. ഒരു കാക്കയ്ക്ക് പറന്നു പറ്റാൻ ഒരു ജില്ലയുണ്ട്. ഞാൻ എത്ര നാളെ ഈ മക്കളെയും കൊണ്ട്, ഈ പെമ്മക്കളെയും കൊണ്ട് ഞാൻ ഇങ്ങനെ ഓടും. രാത്രി എന്റെ ചെറിയ ഒതുക്കാൻ മക്കളാ. രാത്രിയും പകലും ആ ഒരു സ്ത്രീക്ക് ജോലിക്ക് പോകാൻ കഴിയുന്നില്ല. അവരെ ചേർത്ത് പിടിച്ച് നിൽക്കേണ്ട അവസ്ഥയാണ്. കാരണം ആ നാറി എപ്പോൾ വേണമെങ്കിലും കയറി വരാം. റോഡിലൂടെ യാത്ര ചെയ്യാൻ സമ്മതിക്കുന്നില്ല. കഴിഞ്ഞ ദിവസം തന്നെ ഒരു പാവം പയ്യനൊരു ആന ചവിട്ടിക്കുന്നത് കണ്ടില്ലേ? ആന കൊമ്പിൽ കോർത്ത് വലിച്ചെറിഞ്ഞു. ഈ നാറിയൊന്നും നമുക്ക് ആവശ്യമില്ല. ആ പാവപ്പെട്ട പയ്യൻ മരണപ്പെട്ട ആ വീട്ടുകാർക്ക് അത്രയും ആവശ്യമുള്ള ഒരു നെടുന്തൂണായി നിൽക്കേണ്ട ഒരു പയ്യനാണ് മരണപ്പെട്ടത്. ഗ്രഹനാഥനായി നിൽക്കേണ്ട ഒരു പയ്യനാണ് മരണപ്പെടുന്നത്. ഇവിടെ ഈ നാറി നമുക്ക് ആവശ്യമില്ല. ഏതെങ്കിലും ഒരു ആനക്കെങ്കിലും കനിവ് തോന്നി, ഏതെങ്കിലും ഒരു കടുവക്കെങ്കിലും ഒന്ന് തോന്നട്ടെ. എന്നിട്ട് അങ്ങനെയെങ്കിലും ആ പൂമോനെ ഒന്ന് തീർത്തുക. ആ ഒരു ഫാമിലി അങ്ങനെ സമാധാനത്തോടു കൂടി ഒന്ന് ഉറങ്ങിക്കോട്ടെ. ഓണവും വിഷുവൊക്കെ ആഘോഷിക്കുമ്പോൾ നമ്മളൊക്കെ നല്ല രീതിയിൽ ആഘോഷിക്കുന്നുണ്ട്, അവരുടെ ഫാമിലിയിലുള്ള ആളുകൾ ആഘോഷിക്കുന്നുണ്ട്. പക്ഷെ ആ കുഞ്ഞുങ്ങൾക്ക് അത് ആഘോഷിക്കാൻ പോലും കഴിയുന്നില്ല. സന്തോഷം ഉണ്ടാവുമോ? നല്ല വസ്ത്രം വാങ്ങാൻ പൈസ ഉണ്ടാവുമോ? നല്ല ഭക്ഷണം കഴിക്കാൻ പൈസ ഉണ്ടാവുമോ? ഒന്നുമില്ല. അവർ അത്ര കഷ്ടപ്പെട്ടാണ് ജീവിക്കുന്നത് എന്നുള്ളതാണ്. അടിച്ച് എന്റെ കൊച്ചിന്റെ കാല് മുറിഞ്ഞിരിക്കുന്നു. പിടിച്ച് തള്ളിയിട്ട് എന്റെ കൊച്ചിന്റെ തല ഒന്ന് ഇടിച്ച്, ഇളയമോള തല ഇടിച്ച്. ഞാൻ വിചാരിച്ചു എന്റെ കൊച്ചു മരിച്ചു പോയെന്ന്. അപ്പൊ ഇത്രയൊക്കെ ചെയ്തിട്ട് ഇയാളുടെ കൂടെ എന്തിനാ ചേച്ചി ഇനിയും ജീവിക്കുന്നേ?
ജീവിക്കുന്നതെന്ന് പറഞ്ഞ 2 പെൺകൊച്ചുങ്ങളല്ലേ, എല്ലാവരും എൻ്റെ അടുത്ത് പറഞ്ഞ ഒരു കുടുംബമാകുമ്പോഴത്തേനും അടിയും വഴക്കും കാണും. അവര് എങ്ങനെയായിരുന്നാലും മക്കളെ നീ സഹിച്ചു പോ, എന്റെ ചേട്ടത്തിയാരും പറഞ്ഞു. അപ്പൊ ഇത്രയൊക്കെ ആയിട്ട് ചേച്ചി കേസ് കൊടുക്കുക ഒന്നും ചെയ്തില്ലേ? 5 കേസ് കൊടുത്തിട്ടുണ്ട് പള്ളിക്ക സ്റ്റേഷനിൽ. അവര് ഇറങ്ങി ആവട്ടെ തിരക്കാവട്ടെ ഒന്നും ചെയ്തിട്ടില്ല. കാരണം അവർക്ക് പണമുണ്ട്. എവിടെ പണം? അവന്റെ കയ്യിൽ പണം ഉണ്ടാവില്ലേ? പോലീസുകാർ ഇങ്ങനത്തെ കേസുകളൊന്നും വലിയ രീതിയിൽ മൈൻഡ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ആദ്യം പഞ്ചായത്ത് മെമ്പറെ വിളിച്ച് കാര്യങ്ങൾ അറിയിക്കുക, അദ്ദേഹത്തിനെ കൂടെ കൊണ്ടുപോവുക, കേസ് ശക്തമാക്കുക. എത്രയും പെട്ടെന്ന് ഞാൻ പറഞ്ഞതുപോലെ വനിതാ കമ്മീഷൻ, മനുഷ്യാവകാശ കമ്മീഷൻ, അതേപോലെ തന്നെ ബാലാവകാശ കമ്മീഷൻ, കേരള പോലീസ്, ആഭ്യന്തര വകുപ്പ്, എല്ലാ ഇടങ്ങളിലും പരാതി കൊടുക്കുക. ഇതിന് ഈ ഒരു വീഡിയോ കണ്ടിട്ടെങ്കിലും നിങ്ങളുടെ ചുറ്റുവട്ടത്തുള്ള ആളുകൾ സഹായിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇനി എന്ത് പറയാനാ? നമ്മളെ സഹായിക്കാതിരിക്കാൻ പറ്റൂല ആർക്കും. ഈ വീഡിയോ എങ്കിലും പരമാവധി ഷെയർ ചെയ്യുക. അത് ആരാണ് എന്താണെന്ന് കേരള പോലീസ് അന്വേഷിക്കുകയും അവർക്ക് തക്കതായ ശിക്ഷ വാങ്ങിക്കൊടുക്കും എന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. എന്റെ ഭർത്താവിന് വിവാഹമൊക്കെ എങ്ങനെയായിരുന്നു ചേച്ചി? കൊടുമൂട്ടി ദേവി ക്ഷേത്രത്തിൽ വെച്ചിട്ടായിരുന്നു സമൂഹ വിവാഹമായിരുന്നു. സമൂഹ വിവാഹമായിരുന്നു അല്ലേ? അപ്പൊ ചേച്ചിക്ക് സ്വന്തമായിട്ട് വീട് സ്ഥലം ഒന്നുമില്ല? ഈ ഒരു വാടക വീട് ഓടെയാണ് ഈ മക്കളെയും കൊണ്ട് അയാളെ പേടിച്ച്. സമൂഹ വിവാഹമായിരുന്നു എന്നുള്ളതാണ്. ഈ സമൂഹ വിവാഹം കഴിക്കുമ്പോൾ കൂടുതലായി ഡീറ്റെയിൽസ് അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ അറിയാനുള്ള സാധ്യത വളരെ കുറവാണ്. സാമ്പത്തികമില്ലാത്ത ആളുകളായിരിക്കും ആണിന്റെ ആണെങ്കിലും പെണ്ണിന്റെ ആണെങ്കിലും ഫാമിലി. അപ്പൊ അവരുടെ കല്യാണം എങ്ങനെയെങ്കിലും കഴിഞ്ഞു പോകട്ടെ എന്ന് കരുതിക്കൊണ്ട് വിവാഹം കഴിച്ച് അയക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെയും കുറച്ച് അതികൾ ഉണ്ടാവും എന്നുള്ള കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കുക. സാമ്പത്തികമായിട്ട് നമുക്കൊന്നും ഉണ്ടാവില്ലായിരിക്കാം. അതുകൊണ്ട് നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും ഇങ്ങനെ ഒരു വിവാഹമാണെങ്കിൽ അത് ശരിക്കും നല്ല രീതിയിൽ അന്വേഷിക്കുക. അന്വേഷിക്കാതെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്തരം പ്രശ്നങ്ങൾ കൂടി ഉണ്ടാവും എന്നുള്ള ഒരു സൂചനയും കൂടി ഇവിടെ വെക്കുന്നുണ്ട്. രാത്രി ഒന്ന് കിടന്നുറങ്ങുമ്പോൾ എന്റെ കുഞ്ഞുങ്ങളെ ഞാൻ പള്ളക്കത്ത് വെച്ച് കിടത്തി ഉറക്കും. രാവിലെ നേരം വെളുക്കുമ്പോഴത്തേന് ഞാൻ എന്റെ വഴിക്ക് ഞാൻ പോയി. കാരണം എന്റെ കുഞ്ഞുങ്ങൾക്ക് അവർക്ക് ആഹാരം വേണ്ടേ, ഉടുക്കാൻ തുണി വേണ്ടേ, എണ്ണ വേണ്ടേ. എന്റെ അച്ഛനും അമ്മ എത്ര നാൾ എന്നെ നോക്കും. ഇവരെ മുമ്പിൽ ഈ കുഞ്ഞുങ്ങളെ ഇട്ട് എറിഞ്ഞിട്ട് ഈ കാട്ടിന്റെ അകത്ത് ഞാൻ ഇറങ്ങി ജോലിക്ക് പോകും. വഴിക്ക് വന്ന് എന്നെ ഉപദ്രവിക്കുന്ന എന്റെ മക്കളെ ഇതൊരു വല്ലാത്ത ദുരവസ്ഥയല്ലേ? നമ്മളെ വീട്ടിൽ താങ്ങായി തണലായി നിൽക്കേണ്ട ഗൃഹനാഥൻ തന്നെ സ്വന്തം മക്കളെയും ഭാര്യയും വെറും ഒരു സെക്സ് ടോയ് ആയി മാത്രം കണ്ടിട്ട് ഇവരെ ഉപദ്രവിക്കുക. കൊള്ളാം. എനിക്കോ എന്റെ കുഞ്ഞുങ്ങൾക്കോ എന്തെങ്കിലും സംഭവിക്കുന്നതിന് മുമ്പേ എന്റെ ജനങ്ങൾ ഇതൊന്ന് കാണുന്നുണ്ടെങ്കിൽ ഞങ്ങളെ സഹായിക്കാത്ത ഒരു മണ്ണോ ഒരു വീടോ ഒന്നും എനിക്കില്ല. ഈ കുഞ്ഞുങ്ങളെ കൊണ്ട് എത്ര നാള് ഞാൻ ഇങ്ങനെ ഓടുമ്പോളെ സ്വന്തമായിട്ട് മണ്ണില്ല, വാടക വീടുകളിൽ മാറി 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 താമസിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ആരെങ്കിലും ഒന്ന് കാണുകയും അതിനൊരു പ്രതികരണം ഉണ്ടാവും എന്ന് വിശ്വസിച്ചുകൊണ്ടാണ് അമ്മച്ചി ഇപ്പോഴെങ്കിലും ഒരു വീഡിയോന്റെ മുന്നിൽ ഇത് വരുന്നത്. മെമ്പർമാരടുത്ത് പറഞ്ഞു, ഞാൻ ഇനി പറയാ ലോകത്ത് ആളില്ല. തിരുവനന്തപുരത്ത് വനിതാ സെല്ലിൽ മാത്രമേ ഞാൻ പോവാതെ ഉള്ളു. ബാക്കി ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ മൊത്തവും പോയിട്ടുണ്ട്. ആർക്കും ഒരു മനസാക്ഷിയില്ല. ഈ വീഡിയോ കണ്ട ആളുകൾ പരമാവധി ഷെയർ ചെയ്യുക. ഇവർക്കുണ്ടായ ദുരനുഭവം ജനങ്ങൾ എല്ലാവരെയും അറിയിക്കുക. അവരുടെ ഡീറ്റെയിൽസ് കിട്ടിയത് പരമാവധി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനിയും ബാക്കി ഡാറ്റാസും കാര്യങ്ങളും കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഞാനതിൽ ഉൾപ്പെടുത്തും. അവരെ സഹായിക്കാതിരിക്കരുത്. വീണ്ടും വരെ പുതിയ വാർത്താ വിശേഷങ്ങളുമായി അതൊരു സന്ദീപ് എടപ്പാൾ സൈനിങ് ഓഫ്.